പെൺകുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ. ഇപ്പോൾ പെൺകുട്ടി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം നിങ്ങളും അറിഞ്ഞതാണോ? എന്താണ് ഇതേക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്? ഞാൻ ഒരു ചാനൽ വിളിച്ചപ്പോൾ അതാണ് അറിയുന്നത്. ഇന്ന് ഇങ്ങനെ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ വിധി വന്നാലല്ലേ എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ വിധി വരിക എന്നുള്ളതല്ല, മകൾ ഈ നിലപാടെടുത്തത് തർക്കം പരിഹരിച്ചു, ഒരു കുടുംബ പ്രശ്നമാണ് എന്ന് രാഹുലും കോടതിയെ ബോധിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അനാവശ്യമായി ഇടപെട്ടു എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്താണ് ഇതിനോട് പറയാനുള്ളത്? ഞങ്ങള് അനാവശ്യമായിട്ട് ഇടപെട്ടിട്ടില്ലല്ലോ. കാരണം ഇത് ഉണ്ടായ സംഭവമല്ലേ. അവളെ മർദ്ദിച്ചതും മറ്റൊരു വിവാഹം കഴിച്ചതും ഒക്കെ അതിന് തെളിവുകളുണ്ടല്ലോ. ആ തെളിവുകളുടെ പശ്ചാത്തലത്തിലല്ലേ നമ്മൾ പരാതി കൊടുത്തത്. അപ്പൊ ഇപ്പോൾ അത് മാറ്റി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മകളിപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്? ഇപ്പോൾ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഭീഷണിയാണെന്ന് സംശയിക്കുന്നുണ്ടോ? ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടില്ലല്ലോ. അല്ല, നിങ്ങളല്ല, രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഭീഷണിയാണെന്ന് സംശയിക്കുന്നുണ്ടോ? സംശയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമോ? ഒരുമിച്ച് തീരുമാനിക്കുന്നതിൽ ഇപ്പോൾ അവൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ 26 വയസ്സായി. 26 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ആരെ കൂടി ജീവിക്കണം, എവിടെ പോകണം എന്ന് അവര് തന്നെയാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തെ വിഘാതമായിട്ട് നിന്നാൽ അത് ഇനി ഞങ്ങളുടെ ഭാഗത്ത് നിയമം ഇല്ലല്ലോ. അതെ. അല്ല, ഞാൻ ചോദിച്ചത് ഭീഷണിയാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അല്ല, അവളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചേക്കണല്ലോ. ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വിധേയമായിട്ട് അവളെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചിരിക്കുന്നതാണ്. മകളിപ്പോൾ ഡൽഹിയിലാണോ ഉള്ളത്? എവിടെയാണ്? അന്ന് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയതിനു ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി. അപ്പോൾ പറഞ്ഞത് ഡൽഹിയിലേക്ക് തിരിച്ചു പോകുന്നു എന്നാണ്. ഞാൻ എൻ്റെ മകളെ തിരിച്ച് എൻ്റെ കൂടെ കൊണ്ടുവരാനായിട്ടാണ് പോയത്. പക്ഷേ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഡൽഹിയിലേക്ക് തിരിച്ചു പോകുന്നു എന്നാണ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ അവൾ പറഞ്ഞത്. പിന്നെ ബന്ധപ്പെട്ടിട്ടില്ല? ഇല്ല. ഞങ്ങള് വിളിക്കാറുണ്ട്, സ്വിച്ച് ഓഫ് ആണ്. അവളും വിളിച്ചിട്ടില്ല. എന്താണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ? ഞങ്ങളിപ്പോ ഞാനും എൻ്റെ ഭാര്യയും മകനും ഉണ്ട്. മനസ്സുകൊണ്ട് വേദനിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ. ഇപ്പോഴും എന്താണ്, ഒരാൾ മരിച്ചു പോവുകയാണെങ്കിൽ അതിന്റെ ചടങ്ങുകൾ കഴിഞ്ഞാലോ നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോകും. ഇത് ഓരോ ദിവസവും ചെല്ലുന്നോറും ഇടുത്തി പോലെ ഓരോരോ കാര്യങ്ങളാണ് വരുന്നത്. ഞങ്ങൾ അത്രയും സമ്മർദ്ദത്തിലാണ്, ഇപ്പോൾ വേദനയിലാണ്, ദുഃഖത്തിലാണ്, അത്രയും പ്രയാസപ്പെടുകയാണ്. ഇനിയിപ്പോൾ ഈ ഭർത്തൃ വീട്ടിൽ നിന്നും പീഡനം ഏൽക്കുന്നു എന്ന് പെൺകുട്ടികൾ പറയുന്ന ഘട്ടത്തിൽ അത് വിശ്വസിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകില്ലേ? നിങ്ങളുടെ മകൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ലേ? അങ്ങനെ മർദ്ദിച്ചിട്ടില്ല. ഇതിപ്പോ ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ടും മൊഴിയും ഉണ്ടല്ലോ. പിന്നെ അവൻ മറ്റൊരു വിവാഹം കഴിച്ചു, അത് മറച്ചു വെച്ചു. അതിന്റെ രേഖകളുണ്ടല്ലോ, വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ രേഖകളുണ്ട്. അപ്പൊ അത് ചെയ്തിട്ടില്ല, വിവാഹം കഴിച്ചിട്ടില്ല, മർദ്ദിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇനി പറഞ്ഞാൽ തന്നെയും ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ടും മൊഴിയുണ്ട്, മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. അതിലൊക്കെ മർദ്ദിച്ചതായിട്ടുണ്ട്. പിന്നെ ഞങ്ങള് 26 പേരുണ്ട്. ആ 26 പേരിൽ 5-6 കുട്ടികൾ വിളിച്ചാൽ ബാക്കി എല്ലാവരും കണ്ണുള്ളവരും മുതിർന്നവരുമാണ്. അത് കണ്ടതല്ലേ. ഇവളുടെ മുഖത്തും അവളുടെ കഴുത്തിലും ശരീരത്തിലും ആ പാടുകളും നേരിട്ട് ഞങ്ങൾ കണ്ടതാണ്. അവൾ പറയുകയും ചെയ്തു. അപ്പൊ കണ്ടതിന്റെയും പറഞ്ഞതിന്റെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പന്തീരാങ്കാവിൽ പരാതി കൊടുക്കുന്നത്. പിന്നീട് അത് മാറ്റി പറയുന്നത് തീർച്ചയായിട്ടും ഒരു സമ്മർദ്ദത്തിന് വിധേയമായിട്ട് അല്ലെങ്കിൽ ഭീഷണിക്ക് വിധേയമായിട്ടാണ് എന്നുള്ളത് ആർക്കും തന്നെ മനസ്സിലാവൂലേ. കാരണം ആ രാഹുലിന് അവൻ കേസിൽ പരാജയപ്പെട്ട് ആണെന്ന് ബോധ്യം വന്നിട്ടുണ്ട്. അവന് തെളിവുകൾ എതിരാണ്. അതുകൊണ്ട് ഇവളെ സ്വാധീനിച്ച് ഇവളെ കൂടി ഈ രീതിയിൽ പറയിപ്പിക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. ആ ലക്ഷ്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്കളിപ്പോൾ പറഞ്ഞ പോലെ മകൾക്ക് 26 വയസ്സായി. 18 വയസ്സ് കഴിഞ്ഞാൽ സ്വയം തീരുമാനമെടുക്കാം. നിങ്ങൾക്ക് നിയമപരമായി ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ എടുക്കുന്ന ഒരു സമീപനം എന്തായിരിക്കും? ഞാൻ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കുടുംബവും കേട്ട് ആലോചിക്കണമല്ലോ.
ഇനി നിയമപരമായി നീങ്ങുന്നില്ല, ഇപ്പൊ ആലോചിക്കുന്നില്ല അല്ലേ? ഇല്ല, ഞാൻ ഇപ്പോഴല്ല ഈ വിവരം അറിയണമെന്ന്, ഇപ്പോഴാണ്, ഒരു അരമണിക്കൂർ മുമ്പാണ് അറിയുന്നത്. ഉം. പോലീസ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയെന്ന് സംശയിക്കുന്നുണ്ടോ? കാരണം അന്ന് തന്നെ ഇത് കുടുംബ പ്രശ്നമല്ലേ, തമ്മിൽ പരിഹരിച്ചുകൂടെ എന്ന് പോലീസ് പറഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങളാണല്ലോ അന്ന് പറഞ്ഞിരുന്നത്. ഇത് കുടുംബ പ്രശ്നം മാത്രമല്ലല്ലോ, സാധാരണ ഒരു കുടുംബ പ്രശ്നമാണെങ്കിൽ അത് നിസ്സാരമായിട്ട് പരിഹരിച്ചു പോകാം. ഇത് ഗുരുതരമായിട്ടുള്ള മർദ്ദനവും ഭീഷണിയും കൊല ചെയ്യാനുള്ള ശ്രമവും വരെ നടത്തിയിട്ടില്ലേ? അതപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചതും മറച്ചു വെച്ചിട്ടില്ലേ? അതപ്പോൾ നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെറിയൊരു കുടുംബ പ്രശ്നമാണെങ്കിൽ എൻ്റെ മകളെ ഇത്രയും കാശ് മുടക്കി ഞാൻ വിവാഹം കഴിച്ചു കൊടുത്തത് വിവാഹബന്ധം ഒഴിവാക്കാനല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരുത്തൻ്റെ കൂടെ ഞാൻ എങ്ങനെ എൻ്റെ കുട്ടിയെ പറഞ്ഞയക്കും എന്നുള്ളതാണ് ഞങ്ങളെ ചിന്തിപ്പിച്ചത്. വളരെ നന്ദി. താങ്കളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു. ഇക്കാര്യത്തിൽ നിയമപരമായി ഇടപെടുന്നതിൽ പരിമിതിയുണ്ട് എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത്. വളരെ നന്ദി.